കൊല്ലം നിലമേലിൽ പ്രഭാത സവാരിക്കിറങ്ങിയ സ്ത്രീ ലോറി ഇടിച്ച് മരിച്ചു. 51-കാരിയായ മുരുക്കുമൺ സ്വദേശിനി ഷൈലയാണ് മരിച്ചത്. വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ചേരുകയാണ്. ഷമീർ, എന്താണ് അവിടെ സംഭവിച്ചത്? ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? എത്ര മണിയോടെയായിരുന്നു അപകടം? കഴിഞ്ഞ ദിവസം നിലവിൽ KSRTC ബസ് അപകടം നടന്ന ഭാഗത്തിന് തൊട്ടടുത്തായി തന്നെയാണ് ഈ അപകടവും നടന്നിരിക്കുന്നത്. അത്യന്തം ഹൃദയഭേദകമായ കാഴ്ചയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതായത് ഇവർ റോഡ് മുറിച്ച് കടക്കവെയായിരുന്നു എതിരെ വന്ന കാർ ഇവരെ ഇടിച്ചു തെറിപ്പിച്ചത്. പിന്നീട് ഇവരുടെ ശരീരത്തിലൂടെ ലോറി കയറി ഇറങ്ങി. ഇവരുടെ ഭാഗം അറ്റ് പോയി, കൈ അടക്കമുള്ള ഭാഗങ്ങൾ ചിന്നിച്ചിതറി റോഡിന്റെ പല ഭാഗത്തായി പോയിട്ടുണ്ട്. എന്തായാലും ഈ കാറ് നല്ല വേഗതയിലായിരുന്നു. വളരെ പെട്ടെന്ന് ഈ റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കവെയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. രാവിലെ 7 മണിയോടുകൂടിയാണ് ഈ അപകടം നടന്നത്. തിരുവനന്തപുരം ഭാഗത്തു നിന്നും ചടയമംഗലം ഭാഗത്തേക്ക് വരികയായിരുന്ന കാറാണ് ഇവരെ ഇടിച്ചത്. പിന്നീട് റോഡിലേക്ക് തെറിച്ചു വീണപ്പോൾ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ലോറി ഇവരുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുകയായിരുന്നു. മൃതദേഹം, ചിന്നിച്ചിതറിയ മൃതദേഹം പിന്നീട് ആംബുലൻസ് ജീവനക്കാരും അതുപോലെ ഫയർഫോഴ്സ് തീർവും എല്ലാം എത്തിയാണ് റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മാറ്റിയത്. എന്തായാലും ഈ വാഹനങ്ങൾ രണ്ടും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഒരു CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ആ CCTV ദൃശ്യങ്ങളിൽ അത്ര കൃത്യത ഇല്ല എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എന്തായാലും അത്യന്തം ദാരുണമായ ഒരു സംഭവം. ഇവർ പ്രഭാത സവാരിക്ക് നടക്കാൻ സ്ഥിരമായി പോകുന്നവരാണ് എന്നാണ് പോലീസ് പറയുന്നത്. റോഡിലേക്ക് മുറിച്ചു കടക്കവേ വളരെ വേഗത്തിൽ വന്നൊരു വാഹനം ഇവരെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ലക്ഷ്മി പത്മ, ഇത് വാഹനങ്ങൾ വരുന്നത് ശ്രദ്ധിക്കാതെ മുറിച്ചു കടന്നതാണ് എന്നാണോ മനസ്സിലാക്കുന്നത്? അതോ വാഹനങ്ങളുടെ അമിത വേഗതയാണോ ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് വഴിവെച്ചത്? എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷമീർ? ഇവർ വാഹനങ്ങൾ വരുന്നത് ശ്രദ്ധിക്കാതെയാണ് ഇറങ്ങുന്നതായിട്ടാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. പക്ഷേ ഈ ഒരാൾ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ നിർത്തേണ്ട ഒരു വേഗതയുണ്ട് ഒരു വാഹനത്തിൽ. പക്ഷെ അതിലും വലിയ വേഗതയിലാണ് ഈ കാറും. രാവിലെ ആയതുകൊണ്ട് ആയിരിക്കാം അത്രയും സ്പീഡിൽ ഈ കാറ് സഞ്ചരിക്കുകയും ചെയ്തത്. ഇടിച്ച് തെറിപ്പിച്ച ശേഷം ഇവർ മറു സൈഡിലേക്ക് വീഴുകയായിരുന്നു. പക്ഷേ മറു സൈഡിൽ വീണപ്പോൾ തന്നെ വളരെ വേഗത്തിൽ ആ റോഡിലൂടെ കടന്നുപോയ ലോറി കയറി ഇറങ്ങുമായിരുന്നു. കാറിന്റെ ഭാഗത്തു നിന്നാണ് ഈ വേഗത നമുക്ക് വ്യക്തമാകുന്നത്. വലിയ വേഗതയിലാണ് ഈ കാർ എത്തിയത്. ആ ഇടിയുടെ ആഘാതത്തിലാണ് ഈ സ്ത്രീ തെറിച്ച് മറുഭാഗത്തേക്ക് പോവുകയും പിന്നീട് ഇവരുടെ ശരീരത്തിലൂടെ ഈ ലോറി കയറുകയും ചെയ്തത്. എന്തായാലും കാർ വേഗതയിലായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നല്ല വേഗതയിലായിരുന്നു കാർ വന്നത്. പക്ഷേ റോഡ് മുറിച്ചു കടന്നത് ഇവർ അശ്രദ്ധമായി റോഡ് മുറിച്ചു കടക്കുകയായിരുന്നു. പക്ഷേ കാറിന്റെ വേഗതയാണ് ഇത്തരത്തിലൊരു ദാരുണമായ മരണത്തിലേക്ക് എത്തിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ലക്ഷ്യപത്മ, ഇപ്പോൾ അവിടെ നിന്നുള്ള ഒരു നാട്ടുകാരന്റെ പ്രതികരണം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് പോവാം. ഇവിടെ അടുത്തുള്ള സ്ത്രീയാണ്. രാവിലെ നടക്കാറിയതാ. അന്നേരം റോഡ് ക്രോസ് ചെയ്തപ്പം ഒരു കാറ് വന്നിടിച്ച് ഒരു ലോറിയുടെ മുമ്പിലായി പോയി. ലോറി കയറി ഇറങ്ങി. അതാണ് ഉണ്ടായത്. ദാരുണമായ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രഭാത സവാരിക്ക് ഇറങ്ങിയ 51-കാരിയായ സ്ത്രീയാണ് ലോറി ഇടിച്ച് മരിച്ചിരിക്കുന്നത്. കാറാണ് ആദ്യം സ്ത്രീയെ ഇടിച്ച് നിലത്ത് വീണ് കിടന്ന അവരുടെ ദേഹത്തേക്ക് ലോറി കയറി ഇറങ്ങുകയായിരുന്നു. അങ്ങനെയാണ് മരണം സംഭവിച്ചത്. മുരുക്കുമൺ സ്വദേശിനി ഷൈലയാണ് മരിച്ചത്. അബ്ദുൾ ഷമീറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.